നമസ്കാരം. ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ സത്യവും വികസനവും ദേശീയ അഭിമാനവും കേന്ദ്ര ബിന്ദുവാക്കി മുന്നേറുന്ന ഒരു ശക്തമായ ഭരണകൂടത്തിന്റെ പേരാണ് ഇന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ബി സർക്കാർ. അതിന് വിരുദ്ധമായി കുടുംബാധിപത്യവും അഹങ്കാരവും അധികാരമോഹവും ചേർന്നൊരു പഴകിയ രാഷ്ട്രീയത്തിന്റെ പ്രതീകമായി കോൺഗ്രസും അതിന്റെ നേതാവ് രാഹുൽ ഗാന്ധിയും ജനങ്ങൾക്ക് മുന്നിൽ വീണ്ടും വീണ്ടും തുറന്നുകാട്ടപ്പെടുകയാണ്. കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിക്കെതിരെ രൂക്ഷ വിമർശനവുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ ഇപ്പോൾ നേരിട്ട് രംഗത്ത് വന്നു കഴിഞ്ഞു. യുവരാജാവിന് വളഞ്ഞ ബുദ്ധിയാണുള്ളത്. സഭയിലെ ഒരു എംപിയെ രാഹുൽ വഞ്ചകൻ എന്ന് വിളിച്ചു. അയാളുടെ അഹങ്കാരം ഉച്ചസ്ഥായിയിലാണ്. ഇത് സിഖുകാരോടുള്ള വിദ്വേഷത്തെയാണ് കാണിക്കുന്നതെന്ന് നരേന്ദ്രമോദി തുറന്നടിച്ചു. നിരവധി കോൺഗ്രസുകാർ പാർട്ടി വിട്ടു. അവരെയൊന്നും രാഹുൽ ഗാന്ധി വഞ്ചകർ എന്ന് വിളിച്ചില്ല. എന്നാൽ വിട്ടുവിനെ അദ്ദേഹം വഞ്ചകൻ എന്ന് വിളിച്ചു. അതിനുള്ള കാരണം അയാൾ സിഖുകാരനായതുകൊണ്ടാണെന്ന് മോദി കുറ്റപ്പെടുത്തി. കോൺഗ്രസ്, തൃണമൂൽ കോൺഗ്രസ്, ഇടതുപക്ഷം, DMK തുടങ്ങിയ പാർട്ടികൾ ദശാബ്ദങ്ങളായി ഭരണം നടത്തിയിട്ടുണ്ടെങ്കിലും അവർ അഴിമതിയുടെ പേരിലാണ് പ്രധാനമായും അറിയപ്പെടുന്നതെന്നും നരേന്ദ്രമോദി കുറ്റപ്പെടുത്തി. മുൻകാലങ്ങളിൽ കരാറുകൾ എന്നാൽ അഴിമതി നിറഞ്ഞ ബൊഫേഴ്സ് ആയിരുന്നുവെന്നും മോദി പറഞ്ഞു. ജനങ്ങളെ പരിഗണിക്കാതെ അധികാരത്തിന് വേണ്ടി മാത്രം നിലകൊള്ളുന്ന ഒരു ക്രൂരമായ സർക്കാരാണ് ബംഗാൾ ഭരിക്കുന്നത്. അനധികൃത കുടിയേറ്റക്കാരെ സംരക്ഷിക്കാനായാണ് തൃണമൂൽ കോൺഗ്രസ് കോടതിയിൽ പോകുന്നത്. ലോകത്തിലെ ഏറ്റവും സമ്പന്നമായ രാജ്യങ്ങൾ പോലും അനധികൃത കുടിയേറ്റക്കാരെ പുറത്താക്കുമ്പോൾ ഇന്ത്യയിൽ ചിലർ അവരെ സംരക്ഷിക്കാൻ സംഘടിത ശ്രമങ്ങൾ നടത്തുകയാണ്. ഇത്തരം നേതാക്കളെ എങ്ങനെയാണ് രാജ്യത്തെ യുവാക്കൾക്ക് അംഗീകരിക്കാൻ കഴിയുക എന്നും നരേന്ദ്രമോദി തുറന്നടിച്ചു. രാഹുൽ ഗാന്ധിക്കെതിരെ പ്രധാനമന്ത്രി ഉന്നയിച്ച രൂക്ഷ വിമർശനം വ്യക്തിപരമായ ആക്രമണമല്ല, മറിച്ച് കോൺഗ്രസിന്റെ ഇരട്ടത്താപ്പും അപകടകരമായ രാഷ്ട്രീയ സമീപനവും തുറന്നുകാട്ടുന്ന ശക്തമായ രാഷ്ട്രീയ പ്രസ്താവനയാണ്. സഭയിലെ ഒരു MPയെ വഞ്ചകൻ എന്ന് വിളിച്ച രാഹുൽ ഗാന്ധിയുടെ പരാമർശം അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ പക്വതയില്ലായ്മയും അഹങ്കാരത്തിന്റെ ഉച്ചസ്ഥായിയും വ്യക്തമാക്കുന്നതാണ്. ഒരു ജനപ്രതിനിധിയെ ആക്ഷേപിക്കുന്നതിലൂടെ രാഹുൽ ഗാന്ധി അവഹേളിച്ചത് ഒരാളെ മാത്രമല്ല, ജനാധിപത്യ മൂല്യങ്ങളെ കൂടിയാണ്. പ്രധാനമന്ത്രി മോദി ചൂണ്ടിക്കാണിച്ചതുപോലെ കോൺഗ്രസിൽ നിന്ന് വർഷങ്ങളായി അനവധി നേതാക്കൾ പാർട്ടി വിട്ടിട്ടുണ്ട്. അവർ BJPയിലേക്കോ മറ്റു പാർട്ടിയിലേക്കോ പോയപ്പോൾ രാഹുൽ ഗാന്ധിക്ക് ആരെയും വഞ്ചകൻ എന്ന് വിളിക്കേണ്ടി വന്നില്ല. എന്നാൽ ബിട്ടു എന്ന നേതാവിന്റെ കാര്യത്തിൽ മാത്രം ആ വാക്ക് ഉപയോഗിച്ചത് എന്തുകൊണ്ടാണെന്ന ചോദ്യം ഉയരുന്നത് ന്യായമായാണ്. ഇവിടെയാണ് മോദിയുടെ വിമർശനം കൂടുതൽ ഗൗരവമേറിയതാവുന്നത്. ബിട്ടു ഒരു സിഖ് നേതാവാണെന്ന കാര്യം രാഹുൽ ഗാന്ധിയുടെ മനസ്സിലെ അപക്വ ചിന്തയെ പുറത്തു കൊണ്ടുവന്നുവെന്ന സംശയം ജനങ്ങളിലും ശക്തമാവുകയാണ്. സിഖ് സമൂഹം രാജ്യത്തിനായി നൽകിയ ത്യാഗങ്ങളും അവരുടെ ദേശസ്നേഹവും ചോദ്യം ചെയ്യപ്പെടേണ്ട ഒന്നല്ല. എന്നാൽ രാഷ്ട്രീയ ലാഭത്തിനായി ഒരു സമുദായത്തെ സൂക്ഷ്മമായി ലക്ഷ്യമിടുന്ന പ്രസ്താവനകൾ രാജ്യത്തിന്റെ ഐക്യത്തിന് തന്നെ ഭീഷണിയാകുന്നവയാണ്. സബ്കാ സാത്ത്, സബ്കാ വികാസ്, സബ്കാ വിശ്വാസ് എന്ന മുദ്രാവാക്യം ഉയർത്തിപ്പിടിക്കുന്ന മോദി സർക്കാർ സമുദായങ്ങളെ തമ്മിൽ പിളർത്തുന്ന ഇത്തരം ചിന്തകളെ ശക്തമായി എതിർക്കുന്നതിൽ അത്ഭുതമില്ല. കോൺഗ്രസ്, തൃണമൂൽ കോൺഗ്രസ്, ഇടതുപക്ഷം, DMK തുടങ്ങിയ പാർട്ടികൾ ദശാബ്ദങ്ങളായി രാജ്യത്തിന്റെ വിവിധ വിഭാഗങ്ങളിൽ ഭരണം നടത്തിയിട്ടുണ്ടെങ്കിലും അവരുടെ ഭരണത്തിന്റെ മുഖമുദ്രയായി ഇന്നും ഓർമ്മിക്കപ്പെടുന്നത് അഴിമതി മാത്രമാണ്. ബൊഫേഴ്സ് ഇടപാട് മുതൽ 2G, കോൾ, കോമൺവെൽത്ത് ഗെയിംസ് വരെ കരാറുകൾ എന്ന വാക്ക് തന്നെ അഴിമതിയുമായി ബന്ധിപ്പിക്കപ്പെട്ട ഒരു കാലഘട്ടമാണ് കോൺഗ്രസ് ഇന്ത്യക്ക് സമ്മാനിച്ചത്. വികസന പദ്ധതികൾ പോലും കമ്മീഷനും കള്ളപ്പണവും ചുറ്റിപ്പറ്റി സഞ്ചരിച്ച ആ കാലത്ത് സാധാരണ ജനങ്ങൾക്ക് കിട്ടിയത് നിരാശയും ദാരിദ്ര്യവുമായിരുന്നു. അതിന് വിപരീതമായി മോദി സർക്കാർ അധികാരത്തിലെത്തിയതിനു ശേഷം ഇന്ത്യ കണ്ടത് സുതാര്യതയും കാര്യക്ഷമതയും നിറഞ്ഞ ഒരു ഭരണകൂടത്തെയാണ്. ഡിജിറ്റൽ ഇന്ത്യ, ജനധൻ, ഉജ്ജ്വല, ആയുഷ്മാൻ ഭാരത്, സ്വച്ഛ് ഭാരത് തുടങ്ങിയ പദ്ധതികൾ വെറും പ്രഖ്യാപനങ്ങളായിരുന്നില്ല. അവ കോടിക്കണക്കിന് ജനങ്ങളുടെ ജീവിതത്തിൽ നേരിട്ടുള്ള മാറ്റം കൊണ്ടുവന്നു. പ്രതിരോധ ഇടപാടുകളിൽ അഴിമതിയുടെ നിഴൽ പോലും വീഴാതെ ഇന്ത്യയെ സ്വയം പര്യാപ്തതയിലേക്കും ശക്തമായ പ്രതിരോധ ശേഷിയിലേക്കും നയിച്ച തീരുമാനങ്ങൾ മോദി സർക്കാരിന്റെ ദീർഘദർശനത്തിന്റെ ജീവിക്കുന്ന തെളിവുകളാണ്. രാഹുൽ ഗാന്ധിയും കോൺഗ്രസും ഇന്നും പഴയ രാഷ്ട്രീയത്തിന്റെ ചെളിയിൽ നിന്ന് പുറത്തു വരാൻ തയ്യാറാകാത്തവരായി തുടരുകയാണ്. കുടുംബ പേര് മാത്രം യോഗ്യതയായി കണക്കാക്കുന്ന ഒരു പാർട്ടിക്ക് ജനങ്ങളുടെ വിശ്വാസം വീണ്ടും നേടാനാവില്ല. വിമർശനം നടത്തുമ്പോൾ പോലും ഉത്തരവാദിത്വവും ബഹുമാനവും പുലർത്താൻ കഴിയാത്ത നേതൃത്വം രാജ്യത്തെ നയിക്കാനുള്ള അർഹത നഷ്ടപ്പെട്ടവരാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വാക്കുകൾ അതിനാൽ തന്നെ ഒരു മുന്നറിയിപ്പാണ്. അഹങ്കാരവും വിഭാഗീയതയും നിറഞ്ഞ രാഷ്ട്രീയത്തിന് ഇന്ത്യയിൽ ഇനി സ്ഥാനമില്ല എന്ന ശക്തമായ മുന്നറിയിപ്പ്. വികസനവും ദേശീയ ഐക്യവും സുതാര്യതയും ആവശ്യപ്പെടുന്ന ഒരു പുതിയ ഇന്ത്യയാണ് ഉയർന്നു വരുന്നത്. ആ ഇന്ത്യയുടെ ശബ്ദമാണ് മോദിയും BJP സർക്കാരും. അഴിമതിയും വഞ്ചനയും നിറഞ്ഞ പഴയ രാഷ്ട്രീയത്തെ ചരിത്രത്തിന്റെ താളുകളിൽ ഒതുക്കി ആത്മവിശ്വാസമുള്ള ശക്തമായ ഇന്ത്യയെ നിർമ്മിക്കാനുള്ള ഈ യാത്രയിൽ ജനങ്ങൾ വ്യക്തമായി വഴി തിരഞ്ഞെടുത്തു കഴിഞ്ഞു.